അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവം പെൺകുട്ടി അതിരാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റ് തൻ്റെ പഠനവുമായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പാവം ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റിയില്ല. അസ്നയുടെ മരണം വല്ലാത്ത വേദനിപ്പിക്കുന്ന മരണമാണ്. ഇത്തരത്തിലുള്ള മരണങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണ്. മതസമൂഹ നേതാക്കൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ കൃത്യമായി ഇടപെടുക തന്നെ വേണം. ഇത് കാരണം കൂടിക്കൂടി വരികയാണ്. +2 പഠിക്കുമ്പോൾ അസ്ന +2 പഠിക്കുമ്പോഴാണ് ഈ വിവാഹാലോചന വരുന്നത്. വിവാഹത്തിൻ്റെ ശേഷവും പഠിക്കാനുള്ള അവസരം ഒരുക്കി തരുമെന്നൊക്കെ പറഞ്ഞു. പാവം ആ പെൺകുട്ടിയുടെ വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നവുമായിട്ടാണ് വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വരുന്നത്. ആ വിവാഹം കഴിഞ്ഞ് തൻ്റെ പഠനം പിന്തുടരാൻ വേണ്ടിയുള്ള തനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന വിചാരിച്ചത്. ഇത് വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹം കഴിച്ചവരും കൃത്യമായി അവസാനം വരെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അസ്നയുടെ പോലത്തൊരു മരണം നമ്മുടെ വീട്ടിലും സംഭവിക്കാതിരിക്കണം. ഇതിൽ ഒരുപാട് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള അയൽവാസികളൊക്കെ കൃത്യമായി ഇടപെടുക തന്നെ വേണം. ഇങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ നമ്മുടെ കാര്യമല്ലല്ലോ അവരുടെ കാര്യമില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചാൽ പാവം ആ പെൺകുട്ടി ഇന്ന് അയൽവാസികളും കടപ്പെട്ടിരുന്നെങ്കിൽ പാവം പൊന്നുമോൾ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ വിദ്യാഭ്യാസം എന്നുള്ളത് പരിശുദ്ധമായ ദീൻ ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ്. വിശുദ്ധ ഹദീസിലൊക്കെ ത്വലബൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഒരുപാട് പ്രാധാന്യം വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനിക്ക് ഉയർന്ന പദവി നൽകാൻ കാരണം എന്താണ്? ആദം നബി അലൈഹിസ്സലാം വിജ്ഞാനം കൊണ്ട് അനുഗ്രഹീതനായി മലക്കുകളോട് പോലും ആദരിക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്കറിയാം. അപ്പോൾ ഈ ഉമ്മയുടെ സംസാരം അമ്മയുടെ സംസാരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ താങ്ങാനും ഉൾക്കൊള്ളാനും പറ്റാത്തൊരു രീതിയിലായിരുന്നു. അപ്പോൾ വീട്ടു ജോലി എന്ന് പറയുമ്പോൾ തുല്യമായ ജോലിയിൽ വിഭജനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണ്? കാരണം അവിടുത്തെ അമ്മായിമ്മ ആ പെൺകുട്ടിയോട് സംസാരിച്ചൊരു ശൈലി, പെരുമാറിയ ഒരു രീതി, കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് വേറെ ഒരു ലൈഫില്ല, ജീവിതം അല്ലേ. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖൈറുക്കും ലി അഹ്ലിഹി വാന ഖൈറുക്കും ലി അഹ്ലി എന്നാണ്. നിങ്ങൾ ഉത്തമരാരാണ്? തൻ്റെ കുടുംബത്തോട്, തൻ്റെ ഭാര്യ മക്കളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവർ. വഖൈറുക്കും ലി അഹ്ലിഹി വഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വളരെ കൃത്യമാണ്. പൊന്നുമോൾ അസ്ന ആ കുടുംബത്തിൻ്റെ താങ്ങാൻ പറ്റാത്ത ഓർമ്മകളായി ഇന്ന് മാറിയിരിക്കുകയാണ്. ചെറിയ പ്രായം, 20 വർഷം പ്രായമാണ് പൊന്നുമോളുടേത്. ഒരു വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ആ മാതാപിതാക്കൾ ആ പെൺകുട്ടിക്ക് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. പഠനം പിന്തുടരുകയാണെങ്കിൽ മാത്രമാണ് ഈ വിവാഹമെന്ന് പറഞ്ഞു. അവളുടെ സ്വപ്നം തൻ്റെ സ്വന്തം കാലിൽ നിന്ന് ആരെയും ആശ്രയിക്കാതെ നല്ലൊരു ജീവിതം നടത്തണമെന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം തകർന്നു പോയി, എല്ലാം അസ്തമിച്ചു. ഈ കുടുംബ കൗൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രത്യേകിച്ച് വീട്ടിലെ അമ്മായിമ്മമാർക്കൊക്കെ കൊടുക്കേണ്ടതാണ്. വീട്ടിലേക്ക് വരുന്ന മകളെ സ്വന്തം മകളായി കാണണമെന്നുള്ളത് അതവരെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള കുടുംബ കൗൺസിലേക്ക് നമ്മുടെ നാട്ടിൽ നടക്കണം. പ്രത്യേകിച്ച് അയൽവാസികൾ ഇതിൽ ഇടപെടുകയും വേണം. ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിരന്തരമായൊരു വീട്ടിൽ നടക്കുമ്പോൾ അതിൽ അയൽവാസികൾക്ക് ഇടപെടാൻ പറ്റും. രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിക്കാം. ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്നുണ്ട്, ഇതൊന്ന് ഇടപെട്ടുകൊണ്ട് ഇതിനെ ശരിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അല്ലേ, ഇന്ന് ഹെൽപ്പ് ലൈനിലൊക്കെ വിളിച്ചാൽ സഹായങ്ങളൊക്കെ കിട്ടും. നമ്മുടെ വീടിൻ്റെ കാര്യമല്ല, അടുത്ത വീട്ടിൻ്റെ കാര്യമാണ്. അടുത്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാക്കുമ്പോൾ അത് കേൾക്കാനും അത് മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കാനും വലിയ ഒരു സന്തോഷമാണ് മറ്റുള്ളവർക്ക്.
അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അയൽവാസികളെന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവാസിയുടെ പക്കത്ത് ഇങ്ങനൊരു മരണം സംഭവിച്ചാൽ അയൽവാസികളും അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ ഏറ്റെടുക്കുകയും അത് തീർച്ചയായും മാനസികമായ പിന്തുണ നൽകേണ്ടതിന് പകരം, അല്ലേ, തൻ്റെ സങ്കടം കേൾക്കാൻ, തൻ്റെ പ്രശ്നങ്ങൾ അത് കേൾക്കാൻ ഒരാളുണ്ട്, ഒരു കരുത്തുണ്ടെന്ന് പറയുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് അതിജീവന ശേഷി അത് നമ്മുടെ മക്കൾക്ക് വളർത്തിക്കൊണ്ടുവരണം. പോരാടി ജീവിക്കാൻ, പൊരുതി ജീവിക്കാൻ മാനസികമായ കരുത്ത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണം. ഈ മാനസിക കരുത്തില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് എന്ത് പ്രശ്നം വന്നാൽ പെട്ടെന്ന് തളർന്നു പോകുന്നത്. നമ്മൾക്ക് സംഭവിച്ചത് എന്താണ്? അതിരാവിലെ എഴുന്നേറ്റു, തൻ്റെ സ്കൂൾ പുസ്തകമെല്ലാം ഒരുക്കി വെച്ചു, താൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് അമ്മയമ്മ പെട്ടെന്ന് വന്നിട്ട് ആ മകളോട് കയർത്ത് സംസാരിക്കുന്നത്. അവൾക്കിത് താങ്ങാനും സഹിക്കാനൊന്നും സാധിച്ചില്ല. അവൾക്കറിഞ്ഞു, ഇനി ഇത് ജീവിതം മുന്നോട്ട് പോകില്ല, എനിക്കിവിടെ പഠനത്തിന് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടില്ല, എൻ്റെ പഠനം ഇവിടെ വെച്ച് അവസാനിക്കേണ്ടി വരും. വീട്ടുജോലിയും എടുക്കണം, പഠനം നടത്തണം, രണ്ടും ഒന്നിച്ച് നടക്കുകയല്ലോ. പഠനമെന്ന് പറയുന്നത് വീട്ടുജോലി പോലെയല്ല. ഒരു സാധനം എടുത്ത് അങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക, ആ ചൂടെടുത്ത് അടിക്കുക എന്ന് പറയുന്നത് പോലെ ഒന്നും. പഠനം വലിയ കഷ്ടമുള്ള ജോലിയാണ്. പഠിക്കാൻ ഏറ്റവും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ജോലിയാണ്, കഷ്ടപ്പെടുന്ന ജോലിയാണ്. നല്ല ക്ഷമയും നല്ല മാനസികമായി നല്ലൊരു അധ്വാനമുള്ളതാണ്, കഠിനാധ്വാനമുള്ള ജോലിയാണ്. ഒരു മനുഷ്യന് രണ്ട് കൽബില്ലല്ലോ, ഒരേ കൽബില്ല, രണ്ട് കാര്യം ഒന്നിച്ച് ചെയ്യാൻ അത് വലിയ പ്രയാസം ഉണ്ടാകും. ഒഴിവ് സമയത്തൊക്കെ ചെയ്യാമെന്നല്ലാതെ അതിരാവിലെ പഠനവും അതോടൊപ്പം വീട്ടുജോലി എന്ന് പറയുമ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അവർ പെട്ടെന്ന്, കാരണം വിശുദ്ധ ഖുർആനിലൊക്കെ പറയുന്നത് വാശിറു ഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നാണ് വിശുദ്ധ ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേളയിൽ അവസാന വസിയത്ത് അങ്ങനെയാണ്. കാരണം സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വല ലററ വല ദിറാറ, നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കാൻ പോകരുത്. ഉപദ്രവിച്ചാൽ അതിന് പകരവും തീർക്കും ശരിയല്ല, പാടില്ലാത്ത കാര്യമാണ് എന്നാണ് ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പാവം പെൺകുട്ടി അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ പഠിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുമ്പോഴാണ് പറയുന്നത്, പഠനമൊക്കെ പിന്നെയാണ്, വീട്ടുജോലി കൃത്യമായി ചെയ്തിട്ട് നീ പഠിക്കാൻ പോയാൽ മതി, അതല്ലാതെ പഠിക്കാൻ പോകുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? വീട്ടുജോലി ചെയ്യാൻ നിർബന്ധമായി. കാരണം വിവാഹം കഴിച്ചു വന്നതാണല്ലോ, എങ്ങനെ വീട്ടുജോലി ചെയ്യാതിരിക്കും? കാരണം ഈ വീട്ടുജോലിയും പഠനം രണ്ടും നടക്കൂലെന്നറിഞ്ഞു. ഇനി എൻ്റെ ജീവിതം നരകീയമായ ജീവിതം, എവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റുള്ളൂ, വിവാഹം കഴിഞ്ഞതാണല്ലോ. ഈ ചെറിയ പ്രായത്തിലുള്ള വിവാഹം വലിയ സങ്കടത്തിൽപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ കാണുമ്പോൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത് കാണുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഇത് തടുക്കാനും ഇതിനെ നിയന്ത്രിക്കാനും സാധിക്കുമോ ആ രീതിയിലൊക്കെ നാം ഇടപെടുക തന്നെ വേണം. അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ ഇന്ന് അസ്ന ഉണ്ടാകുമായിരുന്നു. പൊന്നുമോൾ അസ്ന മരണപ്പെട്ടു പോയി, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. കാരണം ഇത് ഈ മാനസിക സമ്മർദ്ദം സഹിക്കാൻ പറ്റാത്ത അവസാനം അവിടെ ഉള്ള വിഷം കുടിച്ച് അവൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേട്ടത്. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള വിഷയമാണ്. ഇങ്ങനെയുള്ള മരണം വർദ്ധിച്ചു കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് പൊരുതാനുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് തൻ്റെ ഇടത്തോടുള്ള നേരിടാനുള്ള ഒരു ശേഷി നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണം. കാരണം മക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. വീട്ടിൽ ബാപ്പ വിദേശത്താണ്, വേണ്ട പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു, അവർ തിന്നുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് ജീവിതം എന്തെന്നറിയില്ല, കഷ്ടപ്പാട് അവർക്ക് എന്തെന്നറിയില്ല. ഭക്ഷണം കിട്ടുന്നു, തിന്നുന്നു. ആ ബാപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ എത്ര അധ്വാനമുണ്ട്, ആ മക്കളൊന്നും അറിയുന്നില്ല. മക്കൾ വലുതാകുമ്പോഴാണ് അവർക്കറിയുന്നത് ജീവിതം കഷ്ടപ്പാടുണ്ട് എന്ന്. അവർക്ക് ആ കഷ്ടപ്പാട് ഏറ്റെടുക്കാനോ അതിനെ താങ്ങാനോ അവരെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം ജീവൻ എടുക്കുക, തൻ്റെ ജീവൻ ഇല്ലാതെയാക്കുക എന്നല്ലാതെ മറ്റൊരു വഴി അവർക്കറിയില്ല. കാരണം എന്തും ചോദിച്ചാൽ വാപ്പ അവിടെ വാങ്ങിക്കൊടുക്കാൻ വാപ്പ തയ്യാറാണ്. വാപ്പയാണ് അവരെ ഹലാക്കാക്കുന്നത്. നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടാവല്ലോ, പിടക്കോഴി, അത് ചെറിയ പ്രായമായിരിക്കും, അത് ചെറിയ ശബ്ദമാക്കി തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് ആ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഇങ്ങനെ അരിയിട്ട് കൊടുക്കുന്ന ദൃശ്യമൊക്കെ നാം കണ്ടവരാണ്.
പിന്നെ കുറച്ച് ആ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അരിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. പിന്നെ കുറച്ച് വലുതാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അതിൻ്റെ ഭക്ഷണം ശേഖരിക്കാൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. പിന്നെയും കുറച്ച് വലുതായതിന് ശേഷം ആ തള്ളക്കോഴി തൻ്റെ പിന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഓടിക്കുന്നതും കാണാം. അതെന്തിനാണ് ഓടിക്കുന്നത്? ആ തള്ളക്കുഞ്ഞിക്ക് ആ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. പിന്നെയും ഞാൻ ഇവർക്ക് ഭക്ഷണം ഇങ്ങനെ തേടിക്കൊടുത്താൽ ആ മക്കൾക്ക് ജീവിതം എന്തെന്നറിയില്ല. പിന്നെ അവർ എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതം പ്രയാസമാവും. പിന്നെ ആ ഉമ്മ തന്നെ തൻ്റെ കുഞ്ഞിനെ ആട്ടി ഓടിപ്പിക്കുന്നത്